അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 20ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ലെറ്ററുകളെക്കുറിച്ചാണ്. കുറച്ച് ലെറ്ററുകൾ, വ്യത്യസ്ത മോഡലുകളിലുള്ള കുറച്ച് ലെറ്ററുകളായിരിക്കും ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിൽ നാം പരിചയപ്പെടുക. ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഏത് തരം ലെറ്ററാണ് പരിചയപ്പെടുന്നതെന്ന് നോക്കാം. ഇന്ന് നാം ജോബ് അപ്ലിക്കേഷൻ ലെറ്ററാണ് പരിചയപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും ആവശ്യമായി വരും. നാം BSc കഴിഞ്ഞിട്ടോ BA കഴിഞ്ഞിട്ടോ ഗൾഫിലൊക്കെയുള്ള പല പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറബിയിൽ ലെറ്റർ എഴുതേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നാം ഉപയോഗിക്കേണ്ട ടേമുകൾ, അല്ലെങ്കിൽ ഒരാൾ ലെറ്റർ എഴുതിയാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ഇത് പഠിച്ചാൽ ഉപകാരപ്പെടും. ആദ്യമായിട്ട് ഞാൻ അറബിയും ഇംഗ്ലീഷും ഒന്ന് മൊത്തത്തിൽ വായിക്കും. അതിനുശേഷം ഇനിയുള്ള സ്ലൈഡുകളിൽ അത് കട്ട് ചെയ്തിട്ട് ഓരോ സെക്ഷനുകളായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ വരും. നിങ്ങൾക്കിപ്പോൾ ഞാൻ വായിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് നോട്ട് ബുക്കിൽ എഴുതുന്ന ആളുകൾക്ക് ഹറക്കത്ത് സഹിതം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. അസ്-സയ്യിദ് മുദീറുശ്ശരിക്ക അൽ മുഹ്തറം തഹിയ്യത്തുൻ ത്വയ്യിബത്തുൻ വബഅദ് അത്തഖദ്ദമു ഇലൈക്കും ബി ത്വലബി വളീഫത്തി ഇസ്മുൽ വളീഫ. അവിടെ എന്താണോ ജോബിൻ്റെ പോസ്റ്റ് ഇൻഷാ അല്ലാഹ് ശേഷം നമ്മൾ പറയും. ഫി ശരീക്കത്തിക്കുമുൽ മർമൂഖ അംതലിക്കു ഖിബ്റത്തൻ വാസിയത്തൻ ഫി ഹാദൽ മജാൽ വ അത്തതല്ലഉ ഇലാ ഫുർസത്തിൻ ലിൽ ഇൻളിമാമി ഇലാ ഫരീഖി അമലിക്കും അൽ മുതമയ്യിസ്. അർഫഖ്തു സീറത്തി അദ്ദാത്തിയ്യ ലിമസീദിൻ മിനത് തഫാസീൽ വ അർജു മിൻകും അൻ നദ്റ ഫീ തലബി ശുക്രൻ ലക്കും അലാ വഖ്തിക്കും വഹ്തിമാമിക്കും മഅ ഫായിഖിൽ ഇഹ്തിറാം ഇസ്മുക്. ഇത് ലെങ്തിയായിട്ട് എഴുതുന്ന ലെറ്ററുകളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് വളരെ പ്രധാനപ്പെട്ട നാം പഠിക്കേണ്ട, ഈ വിഷയത്തിൽ പഠിക്കേണ്ട പദങ്ങൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ലെറ്ററാണ് പരിചയപ്പെടുത്തിയത്. അതിന് ഇംഗ്ലീഷ് കൂടി നമുക്കൊന്ന് നോക്കാം. മിസ്റ്റർ ഡിയർ മാനേജർ, ഗ്രീറ്റിംഗ്സ്. ഐ ആം അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ്, അവിടെ ജോബ് ടൈറ്റിൽ എന്താണോ, പ്രിൻ്റർ അല്ലെങ്കിൽ ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്, അങ്ങനെ പല PRO പോസ്റ്റ് അറ്റ് യുവർ എസ്റ്റീംഡ് കമ്പനി. ഐ ഹാവ് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ യുവർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടീം. ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ CV ഫോർ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ഹോപ്പ് യു വിൽ കൺസിഡർ മൈ അപ്ലിക്കേഷൻ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്, യുവർ നെയിം. ഇനി നമുക്കത് സെക്ഷനായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മിസ്റ്റർ അല്ലെങ്കിൽ ഡിയർ മാനേജർ എന്നുള്ളതിന് അറബിയിൽ എന്താണ് ഉപയോഗിച്ചതെന്ന് നോക്കാം. അസ്-സയ്യിദ്, മിസ്റ്റർ എന്നുള്ളതിന് അസ്-സയ്യിദ്, പിന്നെ മാനേജറിന് മുദീറുശ്ശരിക്ക. അപ്പോൾ മിസ്റ്റർ എന്നുള്ളതിനും ഡിയർ എന്നുള്ളതിനും അറബിയിൽ ഉപയോഗിക്കുക അസ്-സയ്യിദ്, പിന്നെ മുദീറുശ്ശരിക്ക. ഓക്കെ. പിന്നെ അവിടെ ഡിയർ എന്നുള്ളതിന് മുഹ്തറം അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാനേജർ എന്നുള്ളതിന് ഉപയോഗിക്കുകയാണെങ്കിൽ മുഹ്തറം എന്നും ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ മുദീറുശ്ശരിക്ക, അസ്-സയ്യിദ്, മിസ്റ്റർ, പിന്നെ ഡിയർ എന്നുള്ളതിന് മുഹ്തറം, റെസ്പെക്റ്റഡ് ഡിയർ എന്നുള്ളതിന് മുഹ്തറം, മാനേജർ എന്നുള്ളതിന് മുദീറുശ്ശരിക്ക. പിന്നെ ഗ്രീറ്റിംഗ്സ് എന്നുള്ളതിന് എന്തുപയോഗിക്കും? തഹിയ്യത്തുൻ ത്വയ്യിബത്തുൻ വബഅദ്, തഹിയ്യത്തുൻ ത്വയ്യിബത്തുൻ വബഅദ്, ഗ്രീറ്റിംഗ്സ്. പിന്നെ ഐ ആം അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് ജോബ് ടൈറ്റിൽ അറ്റ് യുവർ എസ്റ്റീംഡ് കമ്പനി. ഐ ആം അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് ജോബ് ടൈറ്റിൽ അറ്റ് യുവർ എസ്റ്റീംഡ് കമ്പനി. ഐ ആം അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് ജോബ് ടൈറ്റിൽ അറ്റ് യുവർ എസ്റ്റീംഡ് കമ്പനി. ഓക്കെ. അതിന് അറബിയിൽ എന്താണ് പ്രയോഗിക്കുക? അത്തഖദ്ദമു ഇലൈക്കും, ഐ ആം അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ബി ത്വലബി വളീഫ. അതായിട്ട് അപ്ലൈയിങ് എന്നുള്ളതിന് ഐ ആം അപ്ലൈയിങ് അത്തഖദ്ദമു ഇലൈക്കും ബി ത്വലബി വളീഫ.
ഐ ആം അപ്ലൈയിങ് ഫോർ എന്നല്ലേ? ഓക്കെ. അത്തഖദ്ദമു ഇലൈക്കും ബി ത്വലബി വളീഫ. പിന്നെ അവിടെ ഇസ്മുൽ വളീഫ, ജോബിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഉദാഹരണം ഇപ്പോൾ പ്രിൻ്റർ, തബ്ബാഴ്, അല്ലെങ്കിൽ ഉദാഹരണം മാനേജർ, മുദീർ, അല്ലെങ്കിൽ മുഹാസിബ്, അക്കൗണ്ടൻറ്റ്. അങ്ങനെ ഏത് പോസ്റ്റാണോ അവിടെ ഉള്ളത് ആ പോസ്റ്റിൻ്റെ പേര് അറബിയിൽ എഴുതുക. ഫി ഷെരിക്കത്തിക്കുമുൽ മർമൂക്ക, ഫി ഷെരിക്കത്ത് അറ്റ് യുവർ കമ്പനി എന്നാണ് ഫി ഷെരിക്കത്തിക്കും. അൽ മർമൂക്ക എസ്റ്റീംഡ്, നല്ല പ്രസിദ്ധിയുള്ള നല്ല ഉഷാറ് കമ്പനി എന്നുള്ള അർത്ഥം. നെക്സ്റ്റ്, ഐ ഹാവ് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ യുവർ ഡിസ്റ്റിങ്ഷ്ഡ് ടീം. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് ഈ ജോലി സംബന്ധമായി. അതേപോലെ ഞാൻ നിങ്ങളുടെ നല്ല ഒരു മഹിതമായ ഒരു ടീമിനോടൊപ്പം ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അംതലിക്കു ഖിബ്റത്തൻ വാസിയത്തൻ ഫി ഹാദൽ മജാൽ. അംതലിക്കു ഐ ഹാവ്. ഓക്കെ, അതിനാണ് അംതലിക്കു എന്ന് പറഞ്ഞത്. എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് എന്നുള്ളതിന് ഖിബ്റത്തൻ വാസിയത്തൻ, വിശാലമായ പരിചയം. ഫി ഹാദൽ മജാൽ, ഇൻ ദിസ് ഫീൽഡ്. വ അത്തത്തല്ലഉ ഇലാ ഫുർസത്തിൻ ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി. അതിനാണ് വ അത്തത്തല്ലഉ ഇലാ ഫുർസത്തിൻ, ലുക്ക് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി. ഞാനൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഞാൻ നോക്കുന്നു. ലിൽ ഇൻലിമാം ടു ജോയിൻ, ലിൽ ഇൻലിമാം ടു ജോയിൻ ഇലാ ഫരീഖ് അമലിക്കും അൽ മുത്തമയ്യിസ്, യുവർ ഡിസ്റ്റിങ്ഷ്ഡ് ടീം. നിങ്ങളുടെ നല്ല ഒരു ഉഷാർ ടീമിൻ്റെ ഒപ്പം ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം. നെക്സ്റ്റ്, ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ CV ഫോർ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ഹോപ്പ് യു വിൽ കൺസിഡർ മൈ അപ്ലിക്കേഷൻ. ഐ ഹാവ് അറ്റാച്ച്ഡ്, ഞാൻ എന്തായിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മൈ CV, എൻ്റെ CV, ഫോർ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ഹോപ്പ് യു വിൽ കൺസിഡർ മൈ അപ്ലിക്കേഷൻ. നിങ്ങളെൻ്റെ ഈ ഒരു അപേക്ഷ പരിഗണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെന്താണ് അറബിയിൽ പറയുക? ഐ ഹാവ് അറ്റാച്ച്ഡ്, അർഫക്തു. ഐ ഹാവ് അറ്റാച്ച്ഡ്, ഞാൻ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സീറത്തി അദാത്തിയ, മൈ CV, കരിക്കുലം വിറ്റ്, എൻ്റെ ബയോഡാറ്റ. ഫോർ ഫർദർ ഡീറ്റെയിൽസ്, ലി മസീദി മിനത്ത് തഫാസീൽ. ഫർദർ ഡീറ്റെയിൽസ്, തഫാസീൽ ഡീറ്റെയിൽസ്, മസീദ് ഫോർ ഫർദർ. ഓക്കെ, ലി മസീദി മിനത്ത് തഫാസീൽ. വ അർജു മിൻകും അൻ നളറ ഫീ തൽബി. വ അർജു മിൻകും ആൻഡ് ഐ ഹോപ്പ്. ഞാൻ അവിടെ ഐ എന്നുണ്ട്, മുകളിൽ ഐ വന്നുകൊണ്ട് പിന്നെ ഒഴിവാക്കിയതാണ്. ഹോപ്പ്, അർജു. യു വിൽ കൺസിഡർ മൈ അപ്ലിക്കേഷൻ. അൻ നളറ ഫീ തലബി, എൻ്റെ അപ്ലിക്കേഷൻ നോക്കുമെന്ന്. അപ്പോൾ അവിടെ നോക്കണം, ഇംഗ്ലീഷിലുള്ള സ്ട്രക്ചർ അതേപോലെ അറബിയിലേക്ക് എടുക്കല്ല. അറബിയിൽ അതിന് പകരം വേറെ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു, ഇംഗ്ലീഷിൽ വേറെ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. അതാണ് ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ച് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ച് വെക്കണം. അപ്പോൾ ഐ ഹോപ്പ് യു വിൽ കൺസിഡർ മൈ അപ്ലിക്കേഷൻ എന്നുള്ളതിന് വ അർജു മിൻകും അൻ നളറ ഫീ തലബി എന്നാണ് ഉപയോഗിക്കുക. അവസാനമായി, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. നിങ്ങളിത് വായിച്ച് നോക്കാനെടുത്ത സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. ശുക്രല്ലക്കും, താങ്ക് യു. അലാ വക്തിക്കും, ഫോർ യുവർ ടൈം. സിമ്പിളാണ്. അലാ വക്തിക്കും, ഫോർ യുവർ ടൈം. ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതിന് വഹ്തിമാമിക്കും. അലാ വക്തിക്കും വഹ്തിമാമിക്കും എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഓക്കെ. അവസാനമായി, വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് യുവർ നെയിം. വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്, നല്ല റെസ്പെക്റ്റോട് കൂടി യുവർ നെയിം, നിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അവിടെ എന്താ പറയുക? മഅ ഫായിഖിൽ ഇഹ്തിറാം. വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്, മഅ ഫായിഖിൽ ഇഹ്തിറാം. പിന്നെ ഇസ്മുക്, നിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേര് ഇപ്പോൾ ഉവൈസ്, അങ്ങനെ ഖദീജ, ആരുടെ പേരും എഴുതാം, നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ്, നമ്മൾ കത്തിൽ ഉപയോഗിച്ച ലാംഗ്വേജ് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. ഇൻഷാ അല്ലാഹ്. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.